ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസുകളിലും മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ദ്വാരപാലക പാളികൾ കൈമാറുമ്പോൾ സന്നിധാനത്തു നിന്നും ബൈജു മാറി നിന്നത് മനഃപൂർവ്വമാണെന്നും SIT കണ്ടെത്തി. N വാസു അടക്കമുള്ള ഉന്നതരുടെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നാണ് സൂചന. സ്വർണ്ണക്കൊള്ളയിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന് പങ്കുണ്ടായിരുന്നുവെന്ന നിർണായക കണ്ടെത്തലിലേക്കാണ് SIT എത്തിച്ചേർന്നത്. 2ലും ബോധപൂർവമായ ഇടപെടൽ നടത്തിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബൈജുവിന്റെ അറസ്റ്റ്. SITയുടെ സുപ്രധാന നിഗമനങ്ങൾ ഇങ്ങനെ: 2019 ജൂലൈ 19-നും 20-നും ദ്വാരപാലക പാളികൾ കൈമാറുമ്പോൾ സന്നിധാനത്ത് നിന്ന് ബൈജു ബോധപൂർവം മാറി നിന്നു. ഇക്കാര്യത്തിലുള്ള ഗൂഢാലോചനയും തട്ടിപ്പും ബൈജുവിന് നേരത്തെ അറിയാമായിരുന്നു. അറിഞ്ഞിരുന്നിട്ടും ഇക്കാര്യം സ്പെഷ്യൽ കമ്മീഷണറെയോ മറ്റ് അധികാരികളെയോ അറിയിച്ചില്ല. തന്റെ അസാന്നിധ്യത്തിൽ പാളികളുടെ തൂക്കം നോക്കി മഹസറിൽ രേഖപ്പെടുത്താൻ ദേവസ്വം സ്മിത്തിന് നിർദ്ദേശം നൽകാനും ബൈജു തയ്യാറായില്ല. ഇത് മനഃപൂർവ്വമാണ്. ദ്വാരപാലക പാളികൾ കൈമാറുമ്പോൾ ബൈജു മാറി നിന്നത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ എന്നതിൽ കൂടുതൽ വ്യക്തത തേടാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. കട്ടിളപ്പാളിയിലെ സ്വർണം മഹസറിൽ ചെമ്പാക്കി രേഖപ്പെടുത്തിയതിലും ബൈജുവിന് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് SIT. സന്നിധാനത്ത് നടന്ന അഴിമതിക്ക് ബൈജു കൂട്ടുനിന്നെന്ന് SIT കോടതിയെ അറിയിക്കും. ഇനി മുൻ ദേവസ്വം കമ്മീഷണർ N വാസു അടക്കമുള്ള ഉന്നതരെ കൂടി അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബൈജുവിനെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അതേസമയം ഇപ്പോൾ റിമാൻഡിലുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവരെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനുള്ള SITയുടെ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതിയും പരിഗണിച്ചേക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.